റിട്ടയർമെൻറ്റ് ഇസ് നോട്ട് ദി എൻഡ് ഓഫ് ലൈഫ്, റാദർ ഇറ്റ്സ് എ ടൈം ടു സ്റ്റാർട്ട് ലിവിങ് അഗൈൻ എന്ന അക്ഷരാർത്ഥത്തിൽ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ഉമ്മച്ചിയും ഉപ്പച്ചിയും. നീണ്ട 10-30 വർഷത്തെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ചിട്ട് എന്തെങ്കിലും നാട്ടിൽ വരുമ്പോൾ വെറുതെ ഇരിക്കുക അല്ലെങ്കിൽ റെസ്റ്റ് എടുക്കുക എന്നൊരു പ്ലാൻ എൻ്റെ ഉപ്പച്ചിക്ക് അന്നുമില്ല, ഇന്നുമില്ല, ഇനി അങ്ങോട്ട് ഉണ്ടാവുമെന്നും തോന്നണില്ല. അതുകൊണ്ടാണ് 2016 ജാനുവരിയിൽ ചെറിയൊരു ഗ്രോസറി വീടിൻ്റെ ഫ്രണ്ടിൽ സ്റ്റാർട്ട് ചെയ്തിടുന്നത്. എന്തെങ്കിലും നാട്ടിൽ വന്നാൽ വെറുതെ ഇരിക്കണ്ടല്ലോ എന്ന് ഉദ്ദേശിച്ചിട്ട്. ഒരു 5-6 വർഷത്തോളം എൻ്റെ ഉമ്മച്ചിയാണ് അത് കൊണ്ട് നടന്നത്. ഇപ്പോൾ ഒരു 3 വർഷമായിട്ട് രണ്ടുപേരും കൂടി ആ ഷോപ്പ് നടത്തി വരുന്നു. ഇന്ന് 2025 ജാനുവരി 1 അവരവരുടെ രണ്ടാമത്തെ സംരംഭമായ ചെറിയൊരു ട്യൂഷൻ സെൻറ്റർ ഇതേ ഗ്രോസറിയുടെ മുകളിൽ തുടങ്ങിയിരിക്കുകയാണ്. ഇതൊന്നും അത്ര വലിയ വലിയ കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തുന്നതും അസൂയപ്പെടുത്തുന്നതും എന്താണെന്നറിയോ? ഇവർക്ക് ഇപ്പോഴും ഇതൊക്കെ ചെയ്യാനുള്ള ഒരു എനർജി, എന്തൂസിയാസം, ആ ഹാർഡ് വർക്കിംഗ് മൈൻഡ്, അതൊക്കെയാണ്. അതൊന്നും ഇപ്പോഴും എനിക്കില്ല, ഇനി ഏതെങ്കിലും കാലത്ത് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവരിത്രയും കാലം ജീവിച്ചത് ഞങ്ങൾ മക്കൾക്ക് വേണ്ടിയിട്ടാണ്. ഞങ്ങളുടെ ലൈഫ് ഈസിയാക്കാൻ, ഞങ്ങൾക്ക് നല്ല എഡ്യൂക്കേഷൻ തരാൻ, ഞങ്ങൾ നല്ല രീതിയിൽ കല്യാണം കഴിച്ചു വിടാൻ. ഇപ്പോഴാണ് അവരവരുടെ ജീവിതം ജീവിക്കുന്നത്, അവരവരുടെ ഡ്രീംസ് ഫുൾഫിൽ ചെയ്യുന്നത്. ഒരു ചെറിയ ഗ്രോസറി എന്നുള്ളത് എൻ്റെ ഉപ്പച്ചിയുടെ എപ്പോഴും ഉണ്ടായിരുന്ന സ്വപ്നമായിരുന്നു. അതേപോലെ പുതിയ കാര്യങ്ങൾ എക്സ്പെരിമെൻറ്റ് ചെയ്യുക എന്നുള്ളത് എൻ്റെ ഉമ്മച്ചിയുടേത്. എന്തായാലും അവരവരുടെ റിട്ടയർമെൻറ്റ് ലൈഫ് നല്ല രീതിക്ക് എൻജോയ് ചെയ്യുന്നുണ്ട്. അത് ജീവിതകാലം മുഴുവനും അങ്ങനെ തന്നെ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ ഉപ്പമാർക്കും ഉമ്മമാർക്കും ആയുസ്സും ആരോഗ്യം പഠിച്ചുകൊണ്ട് കൊടുക്കട്ടെ.